ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ സ്കൂൾ ടോക്സ്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 6ാം ക്ലാസ്സിലത്തെ ഇംഗ്ലീഷിത്തെ ഓണം എക്സാം മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള എല്ലാ ക്വസ്റ്റ്യൻസിനും ആൻസർ ചെയ്യണം. ക്വസ്റ്റ്യൻ 3നും 4നും ആണ് ചോയ്സസ് ഉള്ളത്. എ ചോയ്സും ബി ചോയ്സും ഉണ്ട്. അതിൽ ഏതാണോ നിങ്ങൾക്ക് അറിയുന്നത് ഏതെങ്കിലും ഒന്ന് മാത്രം എഴുതിയാൽ മതി. ഫസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ ഒരു പാരഗ്രാഫ് ആണ് തന്നിട്ടുള്ളത്. ഈ ഒരു പാസേജ് വായിച്ചിട്ട് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. Mark Twain. Mark Twain was a famous American writer who made people laugh and think. Mark Twain ആളുകളെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത പ്രശസ്തനായ ഒരു അമേരിക്കൻ എഴുത്തുകാരനായിരുന്നു. He was born in 1835 and grew up near the Mississippi River. അദ്ദേഹം 1835 ജനിച്ചു. മിസിസിപ്പി നദിക്കരയ്ക്കടുത്താണ് അദ്ദേഹം വളർന്നത്. This gave him a chance to enjoy watching steamboats and dream of adventures. അദ്ദേഹം അതുകൊണ്ട് സ്റ്റീം ബോട്ടുകൾ കാണാനും സാഹസിക യാത്രകളെ കുറിച്ച് സ്വപ്നം കാണാനും അദ്ദേഹത്തിന് അവസരം ലഭിച്ചിട്ടുണ്ട്. Twain wrote many funny and clever stories. His most famous books are The Adventures of Tom Sawyer and The Adventures of Huckleberry Finn. ട്വെയിൻ രസകരവും ബുദ്ധിപരവുമായ നിരവധി കഥകൾ എഴുതി. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രശസ്തമായ പുസ്തകങ്ങളാണ് ദി അഡ്വഞ്ചേഴ്സ് ഓഫ് ടോം സോയർ എന്നും ദി അഡ്വഞ്ചേഴ്സ് ഓഫ് ഹക്കിൾബെറി ഫിൻ എന്നും. ദി സ്റ്റോറീസ് ആർ അബൌട്ട് two boys, Tom Sawyer and Huckleberry Finn, who look up for exciting adventures just like Twain did when he was young. ഈ കഥകൾ ടോം സോയറും ഹക്കിൾബെറി ഫിന്നും എന്ന 2 ആൺകുട്ടികളെ കുറിച്ചാണ്. അവർ ആവേശകരമായ സാഹസിക അനുഭവങ്ങൾ തേടി നടക്കുന്നവരാണ്. ട്വെയിൻ ചെറുപ്പത്തിലായിരുന്നപ്പോൾ ചെയ്തതുപോലെ തന്നെയാണ് അവരും സാഹസികതകൾ അന്വേഷിക്കുന്നത്. Mark Twain's real name was Samuel Clemens, but he used a pen name to write his books. Even today, people around the world enjoy his stories. മാർക്ക് ട്വെയിന്റെ യഥാർത്ഥ പേര് സാമുവൽ ക്ലെമൻസ് എന്നായിരുന്നു. എന്നാൽ തന്റെ പുസ്തകങ്ങൾ എഴുതാൻ അദ്ദേഹം ഒരു തൂലികാനാമം പെൻ നെയിം ഉപയോഗിച്ചു. ഇന്നും ലോകമെമ്പാടുമുള്ള ആളുകൾ അദ്ദേഹത്തിന്റെ കഥകൾ ആസ്വദിക്കുന്നുണ്ട്. അപ്പൊ ഇതാണ് നിങ്ങൾക്ക് തന്നിട്ടുള്ള ഒരു പാസേജ്. ഇനി എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങളോട് ചോദിച്ചിട്ടുള്ളതെന്ന് നോക്കാം. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ആണ്, വിച്ച് ഓഫ് ദി നെയിംസ് ഗിവൺ ബിലോ ആർ ദി ക്യാരക്ടേഴ്സ് ഇൻ ദ ബുക്സ് റിട്ടൺ ബൈ മാർക്ക് ട്വെയിൻ? താഴെ കൊടുത്തിരിക്കുന്ന പേരുകളിൽ ഏതാണ് മാർക്ക് ട്വെയിൻ എഴുതിയ പുസ്തകങ്ങളിലെ കഥാപാത്രങ്ങൾ? ഇവിടെ കുറച്ച് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. മാർക്ക് ട്വെയിൻ, സാമുവൽ ക്ലെമൻസ്, ടോം സോയർ, ഹക്കിൾബെറി ഫിൻ, മാർക്ക് ട്വെയിൻ, ടോം സോയർ, ഹക്കിൾബെറി ഫിൻ. നമുക്ക് പാസേജിൽ ക്ലിയർ ആയിട്ട് തന്നിട്ടുണ്ട്. ടോം സോയറും ഹക്കിൾബെറി ഫിന്നുമായിരുന്നു മാർക്ക് ട്വെയിന്റെ ബുക്സിലുള്ള കഥാപാത്രങ്ങൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, find out the word from the passage that means something that makes you laugh. Next question, find out the word from the passage that means something that makes you laugh. നിങ്ങളെ ചിരിപ്പിക്കുന്ന എന്തെങ്കിലും എന്നർത്ഥമുള്ള വാക്ക് പാഠഭാഗത്തിൽ ഈ ഒരു പാസേജിൽ നിന്ന് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിന്റെ ആൻസർ വരുന്നത് ഫണ്ണി എന്നാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഡിഡ് മാർക്ക് ട്വെയിൻ എൻജോയ് വാച്ചിങ് ആസ് എ യങ് ബോയ്? ചെറുപ്പത്തിൽ മാർക്ക് ട്വെയിൻ എന്തു കാണുന്നതാണ് ആസ്വദിച്ചിരുന്നത്? ഹി എൻജോയ്ഡ് വാച്ചിങ് സ്റ്റീം ബോട്ട്സ്. അവന് സ്റ്റീം ബോട്ട്സ് കാണുന്നതാണ് ആസ്വദിച്ചിരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നെയിം ദ 2 ഫേമസ് ബുക്സ് റിട്ടൺ ബൈ മാർക്ക് ട്വെയിൻ. മാർക്ക് ട്വെയിൻ എഴുതിയിട്ടുള്ള 2 ഫേമസ് ബുക്സിന്റെ നെയിംസ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. പാസേജിൽ ക്ലിയർ ആയിട്ട് തന്നിട്ടുണ്ട്. ഏതാണ് ആ ബുക്സ്? ദ അഡ്വഞ്ചേഴ്സ് ഓഫ് ടോം സോയറും ദ അഡ്വഞ്ചേഴ്സ് ഓഫ് ഹക്കിൾബെറി ഫിന്നും. Next question, read the statement given below. Mark Twain used a pen name to write his books. His real name was Mark Twain. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ വായിക്കാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. മാർക്ക് ട്വെയിൻ തന്റെ പുസ്തകങ്ങൾ എഴുതാൻ ഒരു തൂലികാനാമം ഉപയോഗിച്ചു. അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് മാർക്ക് ട്വെയിൻ ആയിരുന്നു. അപ്പൊ ഇതിൽ ശരിയായിട്ടുള്ള ഉത്തരം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ തന്നത് 2ഉം ശരിയാണെന്നാണ്. ഓപ്ഷൻ ബി 1 ശരിയും 2 തെറ്റുമാണെന്നാണ് തന്നിട്ടുള്ളത്. ഓപ്ഷൻ സി 1ഉം 2ഉം തെറ്റാണ് എന്നാണ്. ഓപ്ഷൻ ഡി 1 തെറ്റും 2 ശരിയുമാണ്. അപ്പൊ ഏതാണ് ആൻസർ വരുന്നത്?
ഒന്ന്, മാർക്ക് ട്വെയിൻ യൂസ്ഡ് എ പെൻ നെയിം ടു റൈറ്റ് ഹിസ് ബുക്സ്. അത് കറക്റ്റ് ആണോ? ആ ഒരു സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. കാരണം മാർക്ക് ട്വെയിൻ എന്നൊരു പെൻ നെയിം അദ്ദേഹം സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. ഇനി സ്റ്റേറ്റ്മെന്റ് രണ്ടാമത്തത് തെറ്റാണ്. കാരണം അദ്ദേഹത്തിന്റെ റിയൽ നെയിം എന്താണ്? സാമുവൽ ക്ലെമൻസ് എന്നാണ്. മാർക്ക് ട്വെയിൻ അദ്ദേഹത്തിന്റെ പെൻ നെയിം ആണ്. അപ്പൊ നിങ്ങൾക്ക് ഉറപ്പായിട്ടും വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് പാസേജ് തന്നിട്ട് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ ചെയ്യാന്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യന് നിങ്ങൾ ഉറപ്പായിട്ടും മാർക്ക് മിസ് ഔട്ട് ആക്കരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പാസേജ് 2-3 തവണ വായിച്ചിട്ട് ക്വസ്റ്റ്യന് ആൻസർ ചെയ്യാം. നെക്സ്റ്റ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഇമെയിൽ ആണ്. വില്യം ഫ്രം ദ സ്റ്റോറി ദ ബോയ് ഹു ഹാർനസ്ഡ് ദ വിൻഡ് സക്സീഡഡ് ഇൻ ലൈറ്റിംഗ് അപ്പ് ഹിസ് വില്ലേജ്. ദ ബോയ് ഹു ഹാർനസ്ഡ് ദ വിൻഡ് എന്ന കഥയിലെ വില്യം തന്റെ ഗ്രാമത്തിൽ വൈദ്യുതി എത്തിക്കുന്നതിൽ വിജയിച്ചിട്ടുണ്ട്. Inspiring by his story, Vinod, a class 6 student from Kerala, writes an email to William to appreciate his hard work. അദ്ദേഹത്തിന്റെ കഥയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് കേരളത്തിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥിയായ വിനോദ് വില്യത്തിന്റെ കഠിനാധ്വാനത്തെ അഭിനന്ദിച്ച് ഒരു ഇമെയിൽ എഴുതുന്നുണ്ട്. ആ ഒരു ഇമെയിൽ തയ്യാറാക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ദ ബോയ് ഹു ഹാർനസ്ഡ് ദ വിൻഡ് എന്ന കഥയിലെ വില്യംസ് ആരാണ്? അദ്ദേഹത്തിന്റെ ഗ്രാമത്തിൽ വൈദ്യുതിയും വെള്ളവും ലഭ്യമല്ലായിരുന്നു. കുടുംബം ദാരിദ്ര്യം നേരിടുകയും വരൾച്ച കാരണം കൃഷി നശിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ വില്യം പുസ്തകങ്ങളിൽ നിന്ന് കാറ്റാടി യന്ത്രത്തെക്കുറിച്ച് പഠിച്ചു. പഴയ സൈക്കിൾ ബാഗുകളും മറ്റു ഉപേക്ഷിക്കപ്പെട്ട സാധനങ്ങളും ഉപയോഗിച്ച് അദ്ദേഹം ഒരു കാറ്റാടി യന്ത്രം നിർമ്മിച്ചു. അങ്ങനെ വില്യത്തിന്റെ കഠിനാധ്വാനവും ബുദ്ധിശക്തിയും ആത്മവിശ്വാസവും കാരണം അദ്ദേഹത്തിന്റെ ഗ്രാമവാസികളുടെ ജീവിതം മെച്ചപ്പെട്ടു. അപ്പൊ നമ്മൾ ദ ബോയ് ഹു ഹാർനസ് ദ വിൻഡ് എന്ന സ്റ്റോറി വായിച്ചിട്ട് വില്യംസിനെ ഇൻസ്പയർ ചെയ്തിട്ട് അദ്ദേഹത്തിന്റെ ഹാർഡ് വർക്കിനെ അപ്രിഷിയേറ്റ് ചെയ്തുകൊണ്ട് ഒരു ഇമെയിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ നമുക്കൊന്ന് എഴുതി നോക്കാം. ആദ്യം നമുക്ക് ഇമെയിലിന്റെ ഫോർമാറ്റ് എന്താണെന്ന് നോക്കാം. ഇതാണ് ഒരു ഇമെയിലിന്റെ ഫോർമാറ്റ്. ആദ്യം ഫ്രം എഴുതുക. ഫ്രം എഴുതിയിട്ട് ആരാണോ ഇമെയിൽ എഴുതുന്നത് അവരുടെ ഇമെയിൽ ഐ ഡി ആണ് എഴുതേണ്ടത്. ഇവിടെ വിനോദ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കുട്ടിയാണ് മെയിൽ എഴുതുന്നത്. സോ vinod@gmail.com എന്ന് ഫ്രം എഴുതിയിട്ട് എഴുതി കൊടുക്കാം. ഇനി ടു, ആർക്കാണ് നമ്മൾ എഴുതുന്നത്? ഇവിടെ വില്യംത്തിനാണ് എഴുതുന്നത്. സോ william@gmail.com എന്ന് പറഞ്ഞങ്ങാട്ട് വില്യംന്റെ അഡ്രസ് 2ന്റെ നേരെ എഴുതി കൊടുക്കാം. ഇനി നമ്മൾ എഴുതി കൊടുക്കേണ്ടത് സബ്ജക്റ്റ് ആണ്. നമ്മൾ ഇമെയിൽ പറയുന്നത് ഈ ഇമെയിൽ എന്തിനു വേണ്ടിയിട്ടാണ് എഴുതുന്നത്, ഈ ഇമെയിലിന്റെ ഒരു കണ്ടന്റ് എന്താണ്, അതാണ് സബ്ജക്റ്റിൽ എഴുതേണ്ടത്. അപ്രിസിയേഷൻ ഫോർ ഹിസ് ഹാർഡ് വർക്ക്, അപ്രിസിയേഷൻ ഫോർ ഹിസ് അച്ചീവ്മെന്റ്, ഇങ്ങനെയൊക്കെ നമുക്ക് സബ്ജക്റ്റ് കൊടുക്കാം. അതിനുശേഷം ഡിയർ എന്ന് എഴുതിയിട്ട് ഡിയർ വില്യം എന്ന് എഴുതി കൊടുക്കാം. ഇവിടെ നമ്മളുടെ ഇമെയിൽ ആർക്കാണോ നമ്മൾ എഴുതുന്നത് അവിടെ ഡിയർ എന്ന് വെച്ചിട്ട് അവിടെ പേര് എഴുതി കൊടുക്കുക. അതിനുശേഷം ഒരു കോമ ഇടുക. അതിനുശേഷം ഒരു പാരഗ്രാഫ് പോലെ നമുക്ക് നമ്മളുടെ ബോഡി ഓഫ് ദി ഇമെയിൽ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ബോഡി ഓഫ് ദി ഇമെയിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത്, അവിടെ കൺഗ്രാറ്റുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഈ ഇമെയിൽ എഴുതുന്നത്. സോ ആ ഒരു സെന്റൻസുകളൊക്കെയാണ് ഈ ഒരു ബോഡിയിൽ എഴുതേണ്ടത്. അതിനുശേഷം ഏറ്റവും ലാസ്റ്റ് താങ്ക് യു എന്ന് എഴുതുക. അതിന്റെ അടിയിൽ യുവർ സിൻസിയർലി എന്ന് എഴുതുക. അതിനടിയിൽ നിങ്ങളുടെ പേരും. ഇതാണ് ഒരു ഇമെയിലിന്റെ ഫോർമാറ്റ്. അപ്പൊ ഈ ഒരു ഫോർമാറ്റ് നിങ്ങൾ എന്തായാലും പഠിച്ചു വെക്കുക. ഈ ഒരു ഫോർമാറ്റിൽ ഇമെയിൽ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയുള്ളൂ. സോ നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാം. ഫ്രം എഴുതിയിട്ട് vinod@email.com എന്ന് കൊടുക്കാം. ടു william@email.com എന്ന് എഴുതി കൊടുക്കാം. അതിനുശേഷം സബ്ജക്ട് അപ്രിസിയേഷൻ ഫോർ യുവർ അച്ചീവ്മെന്റ് അല്ലെങ്കിൽ അപ്രിസിയേഷൻ ഫോർ യുവർ ഹാർഡ് വർക്ക്. നമുക്ക് ഇഷ്ടമുള്ള ഒരു സബ്ജക്ട് ഇങ്ങനെ ഷോർട്ടായിട്ട് കൊടുക്കാം. അതിനുശേഷം ഡിയർ വില്യം കോമ. ഇതിനുശേഷമാണ് നമ്മുടെ ഇമെയിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു ഫോർമാറ്റ് നിങ്ങൾ എന്തായാലും ഫോളോ ചെയ്യണേ. അതിനുശേഷം നമ്മൾ പറയാണ് മൈ നെയിം ഈസ് വിനോദ് ആൻഡ് ഐ എം എ ക്ലാസ് 6 സ്റ്റുഡൻറ് ഫ്രം കേരള, ഇന്ത്യ. എൻ്റെ പേര് വിനോദ് എന്നാണ്. ഞാൻ കേരളത്തിലുള്ള ഒരു 6ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ഐ റീസെന്റ് റീഡ് യുവർ സ്റ്റോറി ദ ബോയ് ഹു ഹാർനസ് ദ വിൻഡ്. ഞാൻ നിങ്ങളുടെ കഥ ഇപ്പൊ അടുത്താണ് വായിച്ചിട്ടുള്ളത്. ഏതാണ് കഥ? ദ ബോയ് ഹു ഹാർനസ് ദ വിൻഡ്. ഐ വാസ് വെരി ഇംപ്രസ്ഡ് ബൈ യുവർ ഹാർഡ് വർക്ക് ആൻഡ് ഡിറ്റർമിനേഷൻ. നിങ്ങളുടെ കഠിനാധ്വാനവും ദൃഢനിശ്ചയവും. കഠിനാധ്വാനം ഹാർഡ് വർക്ക്, അതേപോലെ ഡിറ്റർമിനേഷൻ എന്ന് പറഞ്ഞാൽ ദൃഢനിശ്ചയം. ദൃഢനിശ്ചയം എന്നാണ് അർത്ഥം വരുന്നത്. Building a windmill and bringing electricity to your village was a wonderful
അച്ചീവ്മെന്റ്. ഒരു കാറ്റാടി യന്ത്രം നിർമ്മിച്ച് നിങ്ങളുടെ ഗ്രാമത്തിലേക്ക് വൈദ്യുതി എത്തിച്ചത് വലിയൊരു നേട്ടമാണ്. അച്ചീവ്മെന്റ് എന്ന് പറഞ്ഞാൽ നേട്ടം. യുവർ സക്സസ് പ്രൂവ്സ് ദാറ്റ് courage, creativity and dedication can help us overcome difficulties. നിങ്ങളുടെ ധൈര്യവും ക്രിയേറ്റിവിറ്റിയും അതുപോലെ ഡെഡിക്കേഷൻ, അർപ്പണബോധവും ഉണ്ടെങ്കിൽ പ്രയാസങ്ങളെ അതിജീവിക്കാനാവുമെന്ന് നിങ്ങളുടെ വിജയം തെളിയിക്കുന്നു. Your story has encouraged me to work hard and never give up on my dreams. നിങ്ങളുടെ കഥ എന്നെ കഠിനാധ്വാനം ചെയ്യാനും, ഹാർഡ് വർക്ക് എന്ന് പറഞ്ഞാൽ കഠിനാധ്വാനം ചെയ്യാനും, എന്റെ സ്വപ്നങ്ങൾ ഒരിക്കലും ഉപേക്ഷിക്കാതിരിക്കാനും പ്രചോദിപ്പിച്ചു. യു ആർ എ റോൾ മോഡൽ ഫോർ സ്റ്റുഡൻസ് ലൈക്ക് മീ. എന്നെ പോലുള്ള വിദ്യാർത്ഥികൾക്ക് നിങ്ങൾ ഒരു മാതൃകയാണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മളുടെ ഇമെയിലിന്റെ ബോഡിയിൽ നമ്മൾ എഴുതിയിട്ടുള്ളത്. നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ ചുരുക്കി അധികം വലിച്ചു നീട്ടാതെ വേണം ഇമെയിലിന്റെ ബോഡിയിൽ പറയാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നമ്മൾ പറയാണ് താങ്ക് യു ഫോർ ഷെയറിംഗ് യുവർ ഇൻസ്പയറിംഗ് സ്റ്റോറി. അതായത് നിങ്ങളുടെ ഇൻസ്പയറിംഗ് സ്റ്റോറി, പ്രചോദനാത്മകമായ കഥ പങ്കുവെച്ചതിന് നന്ദി. അതിനുശേഷം യുവേഴ്സ് ട്രൂലി കോമ ഇട്ട് കൊടുക്കുക, നമ്മളുടെ പേര് എഴുതി കൊടുക്കുക. ആരാണോ ഇമെയിൽ എഴുതിയിട്ടുള്ളത്, ഇവിടെ വിനോദാണ് ഇമെയിൽ എഴുതിയിട്ടുള്ളത്, സോ ഈ വിനോദിന്റെ പേര് എഴുതി കൊടുക്കുക. അപ്പോൾ ഇത് ഇമെയിലിന് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ലെഫ്റ്റ് സൈഡിൽ ഏറ്റവും താഴെ യുവേഴ്സ് ട്രൂലി എന്ന് എഴുതിയിട്ട് ആരാണോ ഇമെയിൽ എഴുതുന്നത് അയാളുടെ പേര് എഴുതി കൊടുക്കുക. ഇങ്ങനെ എഴുതിയാൽ നിങ്ങളുടെ ഇമെയിൽ കംപ്ലീറ്റ് ആയി. ഇമെയിൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയുന്നതാണ്. നെക്സ്റ്റ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ചാറ്റ്. അറ്റംപ്റ്റ് എനി വൺ ഓഫ് ദി 2 ആക്ടിവിറ്റീസ് ഗിവൺ ബിലോ. നിങ്ങളുടെ മൂന്നാമത്തെ ക്വസ്റ്റ്യന് എ ക്വസ്റ്റ്യൻ ഉണ്ട്, ബി ക്വസ്റ്റ്യൻ ഉണ്ട്. ഇതിൽ ഏതെങ്കിലും ഒന്നിന് മാത്രം അറ്റൻഡ് ചെയ്താൽ മതി. 3A. Kunichirida's very happy at her new school in New Jersey. She got many friends from different countries. She is chatting with her cousin Meenukutti who lives in Kerala about her new school and friends. Complete the chat. Write a minimum of 5 exchange. കുഞ്ഞിച്ചിരിത ഇപ്പോൾ വളരെ സന്തോഷവതിയാണ്. കാരണം അവൾ ന്യൂജേഴ്സിയിലെ പുതിയ സ്കൂളിൽ പഠിക്കുന്നു. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള നിരവധി സുഹൃത്തുക്കളെ അവൾക്ക് ലഭിച്ചു. കേരളത്തിൽ താമസിക്കുന്ന തന്റെ കസിൻ മീനുക്കുട്ടിയുമായി പുതിയ സ്കൂളിനെയും സുഹൃത്തുക്കളെയും കുറിച്ച് അവൾ ചാറ്റ് ചെയ്യുകയാണ്. ഈ ഒരു ചാറ്റ് കംപ്ലീറ്റ് ആക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. കുറഞ്ഞത് 5 സംഭാഷണങ്ങൾ എങ്കിലും എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഫസ്റ്റ് സെന്റൻസ് ഓൾറെഡി തന്നിട്ടുണ്ട്. കുഞ്ഞുചിരുത ഹായ് മീനുക്കുട്ടി വാട്സ്ആപ്പ് എന്ന് ചോദിക്കുന്നുണ്ട്. അതായത് മീനുക്കുട്ടി എന്തൊക്കെയാണ്. ബാക്കിയുള്ള ഡയലോഗ്സ് നമുക്ക് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം മീനുക്കുട്ടി എന്ത് പറയാം? ഹായ് കുഞ്ഞുചിരുത, നത്തിങ് മച്ച്, ഐ എം പ്രിപ്പയറിംഗ് ഫോർ മൈ എക്സാംസ്. ഹൗ ഈസ് യുവർ ന്യൂ സ്കൂൾ? എന്താണ് മീനുക്കുട്ടി പറയുന്നത്? ഹായ് കുഞ്ഞുചിരുത, പ്രത്യേകിച്ച് ഒന്നുമില്ല. നത്തിങ് മച്ച്, പ്രത്യേകിച്ച് ഒന്നുമില്ല. ഞാൻ പരീക്ഷയ്ക്കായി പഠിക്കുകയാണ്. നിന്റെ പുതിയ സ്കൂൾ എങ്ങനെയുണ്ട്? കുഞ്ഞുചിരുത പറയാണ് മൈ ന്യൂ സ്കൂൾ ഈസ് വണ്ടർഫുൾ. ഐ റിയലി ലൈക്ക് ഇറ്റ് ആൻഡ് ഐ ഹാവ് മെയ്ഡ് മെനി ന്യൂ ഫ്രണ്ട്സ്. എന്റെ പുതിയ സ്കൂൾ വളരെ നല്ലതാണ്. എനിക്ക് അവിടെ ഒരുപാട് ഇഷ്ടമാണ്. കൂടാതെ എനിക്ക് ധാരാളം പുതിയ സുഹൃത്തുക്കളെയും ലഭിച്ചിട്ടുണ്ട്. അതിനുശേഷം മീനുക്കുട്ടി പറയാണ് ദാറ്റ്സ് നൈസ്. വേർ ആർ യുവർ ഫ്രണ്ട്സ് ഫ്രം? നിന്റെ സുഹൃത്തുക്കൾ എവിടെ നിന്നുള്ളവരാണ്? കുഞ്ഞുചിരുത ദേ ആർ ഫ്രം ഡിഫറെന്റ് കൺട്രീസ് ലൈക്ക് ദ USA, ചൈന ആൻഡ് കാനഡ. അവർ അമേരിക്ക, ചൈന, കാനഡ തുടങ്ങിയ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ്. മീനുക്കുട്ടി വൗ ദാറ്റ് സൗണ്ട്സ് വെരി ഇൻട്രസ്റ്റിംഗ്. ആർ ദേ ഫ്രണ്ട്ലി? അത് വളരെ രസകരമായി തോന്നുന്നു. അവർ സൗഹൃദപരമാണോ, ഫ്രണ്ട്ലി ആണോ? കുഞ്ഞുചിരുത യെസ് ദേ ആർ വെരി ഫ്രണ്ട്ലി ആൻഡ് ഹെൽപ്ഫുൾ. വി എൻജോയ് സ്പെൻഡിങ് ടൈം ടുഗദർ. അതെ, അവർ വളരെ ഫ്രണ്ട്ലി ആണ്, അതേപോലെ സഹായ മനോഭാവമുള്ളവരുമാണ്. ഞങ്ങൾ ഒരുമിച്ച് സമയം ചെലവഴിക്കാൻ ഇഷ്ടപ്പെടുന്നുമുണ്ട്. ഇങ്ങനെയൊക്കെ എഴുതി കൊടുക്കാവുന്നതാണ്. ദാറ്റ്സ് ഗ്രേറ്റ്. ഐ വുഡ് ലവ് ടു മീറ്റ് ദം സം ഡേ. അപ്പോൾ മീനുക്കുട്ടി പറയാണ് വളരെ സന്തോഷമുണ്ട് ഇതൊക്കെ കേൾക്കാൻ. ഒരിക്കൽ അവരെ കാണാൻ എനിക്കും ആഗ്രഹമുണ്ട്. കുഞ്ഞുചിരുത യു ആർ ഓൾവേസ് വെൽക്കം. പ്ലീസ് വിസിറ്റ് മീ വെൻ യു ക്യാൻ. തീർച്ചയായും നിനക്ക് എപ്പോഴും വേണമെങ്കിലും എന്നെ കാണാൻ വരാം. അങ്ങനെ മീനുക്കുട്ടിയും കുഞ്ഞുചിരുതയും തമ്മിലുള്ള കോൺവെർസേഷൻ ഇവിടെ അവസാനിക്കുകയാണ്. മീനുക്കുട്ടി പറയാണ് ഷുവർ ഐ വിൽ കം. ഞാൻ തീർച്ചയായും വരുന്നതാണ്. കുഞ്ഞുചിരുത താങ്ക്സ് മീനുക്കുട്ടി, ബൈ. നന്ദിയുണ്ട് മീനുക്കുട്ടി, ബൈ. ഇങ്ങനെ ആ ഒരു കോൺവെർസേഷൻ ഇവിടെ അവസാനിക്കുകയാണ്. ഈ ഒരു രീതിയിൽ ഇത്രയും ഒരു ഡയലോഗ്സ് വെച്ചിട്ട് എഴുതിയാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും കോൺവെർസേഷനിൽ ഫുൾ മാർക്ക് കിട്ടുന്നതാണ്.
ഇനി 3B ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. വില്യം ബ്രോഡ് ഇലക്ട്രിസിറ്റി ടു ഹിസ് വില്ലേജ്. വില്യം തന്റെ ഗ്രാമത്തിൽ വൈദ്യുതി എത്തിച്ചു. Now the villagers can use mobile phones, TV, internet, etc. ഇപ്പോൾ ഗ്രാമവാസികൾക്ക് മൊബൈൽ ഫോണും ടിവിയും ഇന്റർനെറ്റും തുടങ്ങിയവ ഉപയോഗിക്കാൻ കഴിയും. വില്യം ഫീൽ വെരി പ്രൗഡ് ഓഫ് ഇറ്റ്. വില്യം അതിൽ വളരെ അഭിമാനിക്കുന്നുമുണ്ട്. വില്യംസ് ഫ്രണ്ട് റിയാൻ ഹു ലിവ്സ് ഇൻ ദി സിറ്റി മേക്സ് എ ചാറ്റ് വിത്ത് ഹിം. നഗരത്തിൽ താമസിക്കുന്ന സിറ്റിയിൽ താമസിക്കുന്ന വില്യത്തിന്റെ സുഹൃത്തായ റയാന് അവരുമായി ചാറ്റ് ചെയ്യുന്നു. ഈ ഒരു ചാറ്റ് കംപ്ലീറ്റ് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. 5 എക്സ്ചേഞ്ചസ് എങ്കിലും വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ചാറ്റിന്റെ സ്റ്റാർട്ടിങ് ഇവിടെ തന്നിട്ടുണ്ട്. റയാൻ എന്താണ് ചോദിക്കുന്നത്? ഹായ് വില്യം, ഹൗ ഈസ് ഇറ്റ് ഗോയിങ്? സുഖമാണോ അല്ലെങ്കിൽ കാര്യങ്ങൾ എങ്ങനെയുണ്ട് എന്ന് റയാൻ ചോദിക്കുകയാണ്. അപ്പൊ വില്യം ഹായ് റയാൻ, ഐ എം സോ ഹാപ്പി എന്ന് വില്യം മറുപടിയും പറയുന്നുണ്ട്. വില്യം പറയാണ് ഐ എം വെരി ഹാപ്പി, മൈ വില്ലേജ് ഹാസ് ഇലക്ട്രിസിറ്റി നൗ. ഇപ്പോൾ എന്റെ ഗ്രാമത്തില് വൈദ്യുതി ഉണ്ട്, ഇലക്ട്രിസിറ്റി ഉണ്ട്. റയാൻ ദാറ്റ്സ് വണ്ടർഫുൾ ന്യൂസ്, എവരിവൺ മസ്റ്റ് ബി വെരി ഹാപ്പി. അതൊരു അത്ഭുതകരമായ വണ്ടർഫുൾ നല്ലൊരു ന്യൂസ് ആണല്ലോ. എല്ലാവരും വളരെ സന്തോഷത്തിലായിരിക്കുമല്ലേ? വില്യം പറയാണ് ഓഫ് കോഴ്സ് പീപ്പിൾ ക്യാൻ നൗ ചാർജ് ദെയർ ഫോൺസ്, വാച്ച് ടെലിവിഷൻസ് ആൻഡ് യൂസ് ദി ഇന്റർനെറ്റ്. തീർച്ചയായും ഇപ്പോഴും ആളുകൾ അവരുടെ ഫോണുകൾ ചാർജ് ചെയ്യാനും ടെലിവിഷൻ കാണാനും ഇന്റർനെറ്റ് ഉപയോഗിക്കാനും ഒക്കെ കഴിയുന്നുണ്ട്. പറയാണ് യുവർ ഹാർഡ് വർക്ക് ഹാസ് ചേഞ്ച്ഡ് ദി ലൈവ്സ് ഓഫ് മെനി. നിന്റെ കഠിനാധ്വാനം ഒരുപാട് ആളുകളുടെ ജീവിതത്തിൽ മാറ്റം വരുത്തിയിരിക്കുന്നു. ചേഞ്ച്ഡ് ദി ലൈവ്സ് ഓഫ് മെനി എന്ന് പറഞ്ഞാൽ ഒരുപാട് ആളുടെ ജീവിതത്തിൽ മാറ്റം വരുത്തിയിരിക്കുന്നു എന്നാണ്. വില്യം താങ്ക് യു റിയാൻ, ഐ എം ഗ്ലാഡ് ദാറ്റ് മൈ ഐഡിയ വാസ് യൂസ്ഫുൾ ടു ദി വില്ലേജേഴ്സ്. എന്റെ ആശയം ഗ്രാമവാസികൾക്ക് അതായത് വില്ലേജേഴ്സിന് ഉപകാരപ്പെട്ടതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. റയാൻ യു ഷുഡ് ബി പ്രൗഡ് ഓഫ് യുവർ സെൽഫ്. നീ നിന്നെക്കുറിച്ച് അഭിമാനിക്കണം. യു ആർ ആൻ ഇൻസ്പിറേഷൻ ടു മെനി സ്റ്റുഡൻസ്. നിരവധി വിദ്യാർത്ഥികൾക്ക് നീ ഒരു പ്രചോദനമാണ്, ഇൻസ്പിറേഷൻ ആണ്. വില്യം ദാറ്റ്സ് വെരി കൈൻഡ് ഓഫ് യു. നീ അങ്ങനെ പറഞ്ഞതിൽ വളരെ താങ്ക് യു പറയാണ് വില്യം. സീയിങ് ദ സ്മൈൽസ് ഓൺ എവരി വൺസ് ഫേസസ് മേക്സ് മീ ഹാപ്പി. എല്ലാവരുടെയും മുഖത്തെ പുഞ്ചിരി കാണുമ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ട്. റയാൻ കൺഗ്രാറ്റുലേഷൻ വില്യം. താങ്ക് യു റയാൻ. ഇങ്ങനെ ഈ ഒരു കോൺവെർസേഷൻ നമുക്ക് ലാസ്റ്റ് എൻഡ് ചെയ്യാവുന്നതാണ്. ഇനി നെക്സ്റ്റ് 4ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ലൈവ് റിപ്പോർട്ട്. അറ്റംപ്റ്റ് എനി വൺ ഓഫ് ദി 2 ആക്ടിവിറ്റീസ് ഗിവൺ ബിലോ. താഴെ 4A ക്വസ്റ്റ്യൻ ഉണ്ട്, 4B ക്വസ്റ്റ്യൻ ഉണ്ട്. ഇതിൽ താഴെ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യന് മാത്രം നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ മതി. 4A ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ദ സ്കൂൾ ഈസ് റെഡി ഫോർ പ്രവേശനോത്സവം. സ്കൂൾ പ്രവേശനോത്സവ ആഘോഷത്തിന് തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. പ്രിപ്പയർ എ ലൈവ് റിപ്പോർട്ട് ഓഫ് ദി പ്രവേശനോത്സവം യൂസിംഗ് ദി ഫോളോയിങ് ഹിന്റ്സ്. താഴെ നൽകിയിരിക്കുന്ന സൂചനകൾ ഉപയോഗിച്ച് പ്രവേശനോത്സവത്തിന്റെ ഒരു തത്സമയ ലൈവ് റിപ്പോർട്ട് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. താഴെ തന്നിട്ടുള്ള ഹിന്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഡെക്കറേറ്റഡ് വിത്ത് ബലൂൺസ് ആൻഡ് റിബൺസ്. ബലൂണുകളും റിബണുകളും കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. ചിൽഡ്രൻ ആൻഡ് പേരന്റ്സ് സീറ്റഡ് ഇൻ റോസ്. കുട്ടികളും രക്ഷിതാക്കളും നിരകളായി ഇരിക്കുന്നു. ക്ലാസ് 1 സ്റ്റുഡൻസ് ഇൻ ദ ഫ്രണ്ട് റോ. 1ാം ക്ലാസ് വിദ്യാർത്ഥികൾ മുൻനിരയിൽ ഇരിക്കുന്നുണ്ട്. MLA അറൈവ്സ്. MLA എത്തുന്നുണ്ട്. ചെണ്ടമേളം ബിഗിൻസ്. ആ ഒരു സമയത്ത് ചെണ്ടമേളം ആരംഭിക്കുന്നുമുണ്ട്. HM വെൽക്കംസ് MLA ലൈറ്റ്സ് ദ ലാമ്പ്. ഹെഡ് മാസ്റ്റർ സ്വാഗതം ചെയ്യുന്ന MLA നിലവിളക്ക് തെളിക്കുന്നുണ്ട്. ഇതാണ് നമുക്ക് തന്നിട്ടുള്ള ആ ഒരു ഹിന്റ്സ്, ഒരു സൂചനകളെ. ഇത് വെച്ചിട്ടാണ് നമ്മൾ ലൈവ് റിപ്പോർട്ട് തയ്യാറാക്കേണ്ടത്. ഫസ്റ്റ് നമുക്ക് ലൈവ് റിപ്പോർട്ട് പ്രവേശനോത്സവം എന്ന് പറഞ്ഞ് ഗുഡ് മോർണിംഗ് എവരിവൺ എന്ന് പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യാം. വി ആർ റിപ്പോർട്ടിംഗ് ലൈവ് ഫ്രം എ സ്കൂൾ വേർ ദ പ്രവേശനോത്സവം സെലിബ്രേഷൻസ് ആർ ടേക്കിംഗ് പ്ലേസ് ടുഡേ. ഇന്ന് പ്രവേശനോത്സവം ആഘോഷിക്കുന്ന ഒരു സ്കൂളിൽ നിന്നാണ് ഞങ്ങൾ തത്സമയ റിപ്പോർട്ട് ചെയ്യുന്നത്, ഒരു ലൈവ് റിപ്പോർട്ട് ചെയ്യുന്നത്. The school entrance looks attractive with colorful balloons and ribbons. വർണ്ണാഭമായ കളർഫുൾ ബലൂണുകളും റിബണുകളും കൊണ്ട് സ്കൂൾ പ്രവേശന കവാടം മനോഹരമായി അലങ്കരിച്ചിരിക്കുന്നുണ്ട്. Parents and students are seated neatly in rows. വിദ്യാർത്ഥികളും രക്ഷിതാക്കളും നിരകളായി ഇരിക്കുകയാണ്. And the class 1 students are sitting in the front row. 1ാം ക്ലാസ് വിദ്യാർത്ഥികൾ മുൻനിരയിൽ ഇരിക്കുന്നുണ്ട്. The headmaster has warmly welcomed the chief guest. Our respected MLA. നമ്മുടെ ആദരണീയനായ റെസ്പെക്റ്റഡ് MLA എന്ന മുഖ്യാതിഥിയെ ഹെഡ്മാസ്റ്റർ ഹൃദ്യമായി സ്വാഗതം ചെയ്തു.
The sound of the traditional ചെണ്ടമേളം is filling the atmosphere with joy and excitement. പരമ്പരാഗതമായ അതായത് ട്രഡീഷണൽ ചെണ്ടമേളത്തിന്റെ ശബ്ദം ആഘോഷത്തിന് കൂടുതൽ ആവേശവും സന്തോഷവും പകരുന്നുണ്ട്. എക്സൈറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ആവേശമാണ്, ജോയ് എന്ന് പറഞ്ഞാൽ സന്തോഷം. The MLA is now lighting the ceremonial lamp to officially begin the program. Thank you. പരിപാടിയുടെ ഔപചാരിക ഉദ്ഘാടനം നിർവഹിക്കുന്നതിനായി MLA ഇപ്പോൾ നിലവിളക്ക് തെളിയിക്കുകയാണ്. ഒഫീഷ്യലി എന്ന് പറഞ്ഞാൽ ഔപചാരികമായി എന്നാണ് അർത്ഥം വരുന്നത്. ലാസ്റ്റ് ഒരു താങ്ക് യു പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ലൈവ് റിപ്പോർട്ട് ഇവിടെ അവസാനിക്കാവുന്നതാണ്. ലൈവ് റിപ്പോർട്ട് എഴുതുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പോലെയാണ് എഴുതേണ്ടത്. അതായത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഉദ്ഘാടനം ചെയ്തു എന്നല്ല പറയുക, ചെയ്യുകയാണ് എന്നാണ് പറയുക. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. 4B ക്വസ്റ്റ്യൻ ആണ്. ഇറ്റ് ഈസ് ദ ഡേ ഓഫ് ദി ആനുവൽ ടാലന്റ് ഷോ അറ്റ് ചിബീസ് സ്കൂൾ. ചിബിയുടെ സ്കൂൾ വാർഷിക ടാലന്റ് ഷോ നടക്കുന്ന ദിവസമാണ്. യു ആർ അമംഗ് ദി ഓഡിയൻസ്. നിങ്ങൾ കാണികൾക്കിടയിലാണുള്ളത്. ആ ഒരു സമയത്ത് ചിബി ഈസ് സർപ്രൈസിംഗ് ദ പീപ്പിൾ വിത്ത് ഹിസ് പെർഫോമൻസ്. ചിബി തന്റെ പ്രകടനത്തിലൂടെ എല്ലാവരെയും അത്ഭുതപ്പെടുത്തുകയാണ്. പ്രിപ്പയർ എ ലൈവ് റിപ്പോർട്ട്. ദ ഹിന്റ്സ് ഗിവൺ ബിലോ വിൽ ഹെൽപ്പ് യു. താഴെ നൽകിയിരിക്കുന്ന സൂചനകൾ ഉപയോഗിച്ച് ഒരു ലൈവ് റിപ്പോർട്ട് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെയാണ് ആ ഹിന്റ്സ്? ദ ഹോൾ ഈസ് ക്രൗഡഡ്. ഹാള് ആളുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നുണ്ട്. ക്രൗഡഡ് എന്ന് പറഞ്ഞാൽ കുറെ ആളുകൾ ഉണ്ടെന്നാണ്. ചിൽഡ്രൻ പെർഫോം. ചിൽഡ്രന്റെ പെർഫോമൻസ് ഉണ്ട്, കുട്ടികളുടെ പെർഫോമൻസ് ഉണ്ട്. ഓഡിയൻസ് ചീർ ദം അപ്പ്. കാണികള് ഓഡിയൻസ് അവരെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. മിസ്റ്റർ ഐസബ് അനൗൺസസ് ദ നെക്സ്റ്റ് ചൈൽഡ്. മിസ്റ്റർ ഐസബ് അടുത്ത കുട്ടിയെ പ്രഖ്യാപിക്കുന്നുണ്ട്. ചിബി അപ്പിയേഴ്സ് ഓൺ സ്റ്റേജ്, ഇമിറ്റേറ്റ്സ് ക്രൈസ് ഓഫ് ക്രോസ്. ചിബി സർപ്രൈസസ് എവരിവൺ, പീപ്പിൾ ക്ലാപ്പ്. ചിബി വേദിയിലെത്തുന്നു, കാക്കയുടെ ശബ്ദം അനുകരിക്കുന്നു. ചിബി എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്നു, ആളുകൾ കൈയെടുക്കുന്നു. ഈ ഒരു സിറ്റുവേഷൻ ആണ് അവിടെ സംഭവിക്കുന്നത്. ഇത് നമ്മൾ ലൈവ് റിപ്പോർട്ട് പോലെ എഴുതി കൊടുക്കുകയാണ് വേണ്ടത്. ഹലോ എവരിവൺ, ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നമുക്ക് ലൈവ് റിപ്പോർട്ട് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. വെൽക്കം ടു ദി ആനുവൽ ടാലന്റ് ഷോ. വാർഷിക ടാലന്റ് ഷോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദ ഓഡിറ്റോറിയം ഈസ് പാക്ഡ് വിത്ത് സ്റ്റുഡൻസ്, ടീച്ചേഴ്സ് ആൻഡ് പേരൻസ്. വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും നിറഞ്ഞിരിക്കുകയാണ് ഓഡിറ്റോറിയം. ഈസ് പാക്ഡ് എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഈസ് ഫിൽഡ് എന്ന് വേണമെങ്കിൽ പറയാം. Everyone is eagerly watching the performance on the stage. എല്ലാവരും വേദിയിലെ പ്രകടനങ്ങൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈഗർലി എന്ന് പറഞ്ഞാല് ഈഗർലി വാച്ചിങ് എന്ന് പറഞ്ഞാല് ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണെന്നാണ്. മിസ്റ്റർ ഐസബ് ഹാസ് ജസ്റ്റ് ഇൻട്രൊഡ്യൂസ്ഡ് ദ നെക്സ്റ്റ് പാർട്ടിസിപ്പന്റ് ആൻഡ് ചിബി ഈസ് നൗ കമ്മിങ് ഓൺ ടു ദി സ്റ്റേജ്. മിസ്റ്റർ ഈസോപ്പ് അടുത്ത മത്സരാർത്ഥിയെ പരിചയപ്പെടുത്തി. ഇപ്പോൾ ചിബി വേദിയിലേക്ക് വരികയാണ്. He is performing an imitation of different cries of crows. അവര് കാക്കയുടെ വിവിധ കരച്ചിലുകൾ അനുകരിക്കുകയാണ്. His performance is amazing the audience. അവന്റെ പ്രകടനം ആളുകളെ അത്ഭുതപ്പെടുത്തുകയാണ്. The hall is filled with laughter and applause as everyone enjoys his act. എല്ലാവരും അവന്റെ പരിപാടി ആസ്വദിക്കുന്നതിനാൽ ഹാള് മുഴുവൻ ചിരിയും കയ്യടിയും കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഫില്ലഡ് വിത്ത് ലാഫർ ആൻഡ് അപ്ലോസ് എന്ന് പറഞ്ഞാൽ ചിരിയും കയ്യടിയും കൊണ്ട് നിറഞ്ഞിരിക്കുകയാണെന്നാണ് അർത്ഥം വരുന്നത്. ദ ഓഡിയൻസ് ഈസ് ചീറിംഗ് ലൗഡ്ലി ആൻഡ് അപ്രിഷിയേറ്റിംഗ് ഹിസ് വണ്ടർഫുൾ പെർഫോമൻസ്. ദ ഓഡിയൻസ് ഈസ് ചീറിംഗ് ലൗഡ്ലി എന്ന് പറഞ്ഞാൽ കാണികൾ ഉറക്കെ ആർത്ത് വിളിച്ചും അതോടൊപ്പം കൈയടിച്ചും അവന്റെ പ്രകടനത്തെ അഭിനന്ദിക്കുകയാണ്. അപ്രിഷിയേറ്റിംഗ് എന്ന് പറഞ്ഞാൽ അഭിനന്ദിക്കുകയാണ്. ലാസ്റ്റ് താങ്ക് യു പറഞ്ഞിട്ട് ഈ ഒരു ലൈവ് റിപ്പോർട്ട് നമുക്ക് ഇങ്ങനെ എൻഡ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഈ ഒരു ആൻസറിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പുതിയ വേർഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് പഠിച്ചു വെക്കുക. നിങ്ങൾ ഒരുപാട് പുതിയ വേർഡ്സ് പഠിക്കുന്നത് നിങ്ങളുടെ എക്സാമിനൊക്കെ അത് എഴുതാൻ വേണ്ടിയിട്ട് ഉപകാരപ്പെടുന്നതാണ്. നെക്സ്റ്റ് നിങ്ങൾക്ക് വരുന്നത് എഡിറ്റിംഗ് ആണ്. താഴെ പാസേജ് തന്നിട്ടുണ്ട്, അതിലുള്ള മിസ്റ്റേക്ക് അണ്ടർലൈൻ ചെയ്ത് മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് തിരുത്തി കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ലാസ്റ്റ് സാറ്റർഡേ മീന ഗോ ടു ദി പാർക്ക് വിത്ത് ഹർ ഫ്രണ്ട്സ്. ഫസ്റ്റ് സെന്റൻസിൽ 2 മിസ്റ്റേക്ക് ആണുള്ളത്. സാറ്റർഡേന്റെ അടിയിലും അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്, ഗോന്റെ അടിയിലും അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ശനിയാഴ്ച മീന അവളുടെ ഫ്രണ്ടിന്റെ കൂടെ പാർക്കിൽ പോയി എന്നാണ് പറയുന്നത്.
ഇവിടെ സാറ്റർഡേക്ക് എന്താണ് മിസ്റ്റേക്ക് ഉള്ളത്? സാറ്റർഡേ എസ് ക്യാപിറ്റൽ ലെറ്റർ ആണ് വേണ്ടിയത്. ഇവിടെ സ്മോൾ ലെറ്റർ ആയിരുന്നു കൊടുത്തത്, നമുക്ക് എസ് ക്യാപിറ്റൽ ലെറ്റർ ആണ് വേണ്ടിയത്. ഒരു വാക്കിന്റെ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ ആണ് ഉപയോഗിക്കുക. ഏതൊക്കെ സാഹചര്യത്തില്? ഒരു സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ലാസ്റ്റിന്റെ എൽ ക്യാപിറ്റൽ ലെറ്റർ ആണ്. അതേപോലെ എല്ലാ സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തും ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കും. ഒരു ഫുൾ സ്റ്റോപ്പിന് ശേഷം വരുന്ന സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തും ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കണം. ഇതെന്തായാലും ശ്രദ്ധിക്കണം. അതേപോലെ എവിടെയൊക്കെയാണ് നമ്മൾ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ ആയിട്ട് ഉപയോഗിക്കേണ്ടത്? ഇതേപോലെ സാറ്റർഡേ, മൺഡേ, ട്യൂസ്ഡേ ഇങ്ങനെ ദിവസങ്ങളുടെ പേര് ക്യാപിറ്റൽ ലെറ്ററിലായിരിക്കണം. അതേപോലെ മന്തിന്റെ ജാനുവരി, ഫെബ്രുവരി, മാർച്ച് അങ്ങനെ 12 മാസങ്ങളുടെ നെയിം നിങ്ങളുടെ സെന്റൻസിൽ പാരഗ്രാഫിൽ വരികയാണെങ്കിൽ അത് ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കണം. ഒരു സെന്റൻസിന്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ വരണമെന്നില്ല. ഇതേപോലെ സാറ്റർഡേ വന്നതുപോലെ എവിടെ വേണമെങ്കിലും വന്നാലും അതിന്റെ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ആയിരിക്കണം. അതേപോലെ ആൾക്കാരുടെ പേര് മീന, വില്യം, വിനോദ് ഇങ്ങനെ ഏതെങ്കിലും നെയിംസ് നടുവിൽ വന്നാലും അവരുടെ ഫസ്റ്റ് ലെറ്റർ എന്തായിരിക്കണം? ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കണം. അതേപോലെ സ്ഥലങ്ങളുടെ പേര് പറയുകയാണെങ്കിൽ അതിനും ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കണം. അതായത് കേരള, ഇന്ത്യ, ന്യൂജേഴ്സി അങ്ങനത്തെ സ്ഥലങ്ങളുടെ പേരാണ് വന്നതെങ്കിലും ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കണം. അതേപോലെ നിങ്ങളുടെ പാസേജിൽ ഫെസ്റ്റിവൽസിന്റെ നെയിംസ് തന്നിട്ടുണ്ടെങ്കിൽ സെന്റൻസിന്റെ എവിടെയെങ്കിലും നടുവിലാണ് തന്നിട്ടുള്ളത്, അതിനൊരു മിസ്റ്റേക്ക് കാണുകയാണെങ്കിൽ ചിലപ്പോൾ അതിന്റെ ഫസ്റ്റ് ലെറ്റർ എന്തായിരിക്കണം? ക്യാപിറ്റൽ ലെറ്റർ എഴുതാനായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. ഫെസ്റ്റിവൽസിന്റെ നെയിംസ് എന്ന് പറയുമ്പോൾ ഓണം, ക്രിസ്മസ്, ഈദ്, ഇൻഡിപെൻഡൻസ് ഡേ അങ്ങനത്തെ സെലിബ്രേറ്റ് ചെയ്യുന്ന ദിവസങ്ങളുടെ പേരാണ് തന്നിട്ടുണ്ടെങ്കിൽ അവരുടെ ഫസ്റ്റ് ലെറ്ററും എന്തായിരിക്കണം? ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കണം. അപ്പൊ ഏതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? സെന്റൻസ് തുടങ്ങുന്ന സമയത്ത് ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ആയിരിക്കണം. അതേപോലെ നെയിംസ് ഓഫ് ഡേയ്സ് ദിവസങ്ങളുടെ പേരിൽ മൺഡേ, ട്യൂസ്ഡേ, തേഴ്സ്ഡേ അങ്ങനെ അവരുടെ പേരെഴുതുന്ന ദിവസത്തിന്റെ പേര് എഴുതുന്ന സമയത്തും ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ആയിരിക്കണം. അതേപോലെ നെയിംസ് ഓഫ് മന്ത് ജാനുവരി, ഫെബ്രുവരി ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ആയിരിക്കണം. നെയിംസ് ഓഫ് പീപ്പിൾ ആളുകളുടെ പേര് വരികയാണെങ്കിൽ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ആയിരിക്കണം. നെയിം ഓഫ് പ്ലേസസ് സ്ഥലങ്ങളുടെ പേര് വരികയാണെങ്കിലും കേരള, കോഴിക്കോട് അതേപോലെ ഏതെങ്കിലും സ്ഥലത്തിന്റെ പേര് വരികയാണെങ്കിലും ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ആയിരിക്കണം. അതേപോലെ ഫെസ്റ്റിവൽസിന്റെ എന്തെങ്കിലും സെലിബ്രേറ്റ് ചെയ്യുന്ന ദിവസത്തിന്റെ ഫസ്റ്റ് ലെറ്ററും ഓണം, ഈദ് ഒക്കെ പോലെ സെലിബ്രേറ്റ് ചെയ്യുന്ന ഫെസ്റ്റിവൽസിന്റെ പേര് ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ആയിരിക്കണം. ഇനി ഫസ്റ്റത്തെ സെന്റൻസിൽ മിസ്റ്റേക്ക് വരുന്നത് ഗോലാണ്. ഗോന്റെ അടിയിൽ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. മീന വെന്റ് ടു ദി പാർക്ക് വിത്ത് ഹെർ ഫ്രണ്ട്സ് എന്നാണ് കറക്റ്റ് ആയിട്ട് വരിക. കാരണം മീന പാർക്കിൽ പോയി എന്നാണ് വരുന്നത്. പോയി എന്നുള്ളതിന്റെ ഇംഗ്ലീഷ് വെന്റ് ആണ്. ഗോ എന്ന് പറഞ്ഞാൽ പോവുക. പോയി എന്ന് വേണമെങ്കിൽ വെന്റ് ആണ് ഉപയോഗിക്കേണ്ടത്. They played happily the whole afternoon. She saw a beautiful butterfly fluttering over the flowers. ഇവിടെ ബ്യൂട്ടിഫുളിന്റെ അടിയിൽ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. അവിടെ എന്താണ് മിസ്റ്റേക്ക്? സ്പെല്ലിംഗ് ആണ്. ബ്യൂട്ടിഫുളിന്റെ കറക്റ്റ് സ്പെല്ലിംഗ് BEAUTIFUL ഇങ്ങനെയാണ്. അടുത്തത് മീന സാറ്റ് ഓൺ എ ബെഞ്ച് ആൻഡ് വാച്ച്ഡ് ദി സൺസെറ്റ്. നമ്മൾ ബെഞ്ചിന്റെ മുകളിലാണ് ഇരിക്കുക, അതുകൊണ്ട് സാറ്റ് ഓൺ എ ബെഞ്ച് എന്നാണ് വരിക. മുകളിൽ നിന്നുള്ള അർത്ഥം വരുന്നെങ്കിൽ ഓൺ ആണ് ഉപയോഗിക്കേണ്ടത്. ഇറ്റ് വാസ് എ ലവ്ലി ഡേ ഫോർ ഹെർ. ഡേ ലവ്ലി എന്നാണ് ഇവിടെ തന്നിട്ടുണ്ടായിരുന്നത്. ലവ്ലി ഡേ എന്നാണ് ഉപയോഗിക്കുക. ബ്യൂട്ടിഫുൾ ഡേ, വണ്ടർഫുൾ ഡേ, ലവ്ലി ഡേ ഇങ്ങനെയാണ് പറയുക. സോ ഇത്രയും മിസ്റ്റേക്സ് ആയിരുന്നു ഈ ഒരു പാസേജിൽ ഉണ്ടായിട്ടുള്ളത്. നിങ്ങൾ എഡിറ്റിംഗ് എഴുതുന്ന സമയത്ത് ഇതൊക്കെ ശ്രദ്ധിച്ച് എഴുതുക. നിങ്ങളുടെ ഏറ്റവും ലാസ്റ്റത്തെ 6ാമത്തെ ആക്ടിവിറ്റി ഒരു പിക്ചർ സ്റ്റോറിയാണ്. ഡെവലപ്പ് ദി പിക്ചേഴ്സ് ഗിവൺ ബിലോ ഇൻ ടു എ മീനിങ് ഫുൾ സ്റ്റോറി. താഴെ കുറച്ച് പിക്ചേഴ്സ് തന്നിട്ടുണ്ട്, അതൊരു കഥയാക്കി മാറ്റാനാണ് പറഞ്ഞിട്ടുള്ളത്. കുറച്ച് സെന്റൻസ്, കുറച്ച് ഡയലോഗുകൾ ഇവിടെ തന്നിട്ടുണ്ട്, അതൊക്കെ കഥയിൽ ഉൾപ്പെടുത്തിയിട്ട് നല്ലൊരു നരേഷൻ നിങ്ങൾ റെഡിയാക്കുക. നമുക്ക് ദ ഹെൽപ്ഫുൾ ഗേൾ എന്ന് ഹെഡിങ് കൊടുക്കാം. വൺ ആഫ്റ്റർനൂൺ മീര വാസ് വാക്കിംഗ് ഹോം ഫ്രം സ്കൂൾ വിത്ത് ഹെർ ഫ്രണ്ട്. On the way they saw an old mother and old grandmother standing near the road. ഒരു ഉച്ച സമയത്ത് മീര തന്റെ സുഹൃത്തിനോടൊപ്പം സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് നടന്നു പോവുകയായിരുന്നു. വഴിയിൽ അവർ റോഡരികിൽ നിൽക്കുന്ന ഒരു ഗ്രാൻഡ് മദറിനെ, ഒരു മുത്തശ്ശിയെ കണ്ടു. She wanted to cross the road, but she was afraid because there were many vehicles.
മുത്തശ്ശിക്ക് റോഡ് മുറിച്ചു കടക്കണം, എന്നാൽ ധാരാളം വാഹനങ്ങൾ ഉണ്ടായിരുന്നതിനാൽ അവർക്ക് പേടിയായിരുന്നു. മീരാസ് ഫ്രണ്ട് സെഡ്, ലുക്ക്, ദ ഗ്രാൻഡ് മദർ നീഡ്സ് ഹെൽപ്പ്. മീരയുടെ ഫ്രണ്ട് മീരയോട് പറയാണ്, നോക്കൂ, ആ മുത്തശ്ശിക്ക് സഹായം ആവശ്യമാണ്. മീര ക്വിക്ലി വെന്റ് ടു ഹെർ ആൻഡ് സെഡ്, ഡോണ്ട് വറി ഗ്രാൻഡ്മ, ഐ വിൽ ഹെൽപ്പ് യു. മീര പെട്ടെന്ന് തന്നെ മുത്തശ്ശിയുടെ അടുത്തേക്ക് പോയിട്ട് പറയാണ്, പേടിക്കേണ്ട മുത്തശ്ശി, ഞാൻ നിങ്ങളെ സഹായിക്കും. ഐ വിൽ ഹെൽപ്പ് യു, ഞാൻ നിങ്ങളെ സഹായിക്കും. മീര gently held the grandmother's hand and helped her cross the road safely. മീര മുത്തശ്ശിയുടെ കൈ പിടിച്ച് സ്നേഹപൂർവ്വം അവരെ സുരക്ഷിതമായി റോഡ് മുറിച്ചു കൊടുക്കാൻ സഹായിച്ചു. ഹോൾഡ് എന്ന് പറഞ്ഞാല്, ഹോൾഡ് ദ ഹാൻഡ് എന്ന് പറഞ്ഞാല് കൈ പിടിക്കുക എന്നാണ്. ഹെൽഡ് എന്ന് പറഞ്ഞാല് ഹോൾഡിന്റെ പാസ്റ്റ് ആണ്, പിടിച്ചു. ദ ഗ്രാൻഡ് മദർ വാസ് വെരി ഹാപ്പി, ഗ്രാൻഡ് മദർ വളരെ ഹാപ്പി ആയി. ഷീ ഹഗ്ഡ് മീര ആൻഡ് സെഡ്, താങ്ക് യു മൈ ചൈൽഡ്. മുത്തശ്ശി മീരയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് താങ്ക് യു പറഞ്ഞു. മീര ഫെൽറ്റ് പ്രൗഡ് ആൻഡ് ഹാപ്പി. മീരയ്ക്ക് അഭിമാനവും സന്തോഷവും തോന്നി. ഫെൽറ്റ് എന്ന് പറഞ്ഞാൽ തോന്നി എന്നാണ്. ദ ഗ്രാൻഡ് മദർ ബ്ലെസ്ഡ് ഹെർ ഫോർ ഹെർ കൈൻഡ്നെസ്. അവളുടെ കൈൻഡ്നെസ്സിന്, അവളുടെ ആ ഒരു നന്മയ്ക്ക് ഗ്രാൻഡ് മദർ അവളെ അനുഗ്രഹിച്ചു. ഫ്രം ദാറ്റ് ഡേ മീര അണ്ടർസ്റ്റുഡ് ദാറ്റ് ഹെൽപ്പിംഗ് അതേഴ്സ് ഈസ് എ ഗുഡ് ഹാബിറ്റ്. അപ്പൊ അവൾക്ക് മനസ്സിലാവുകയാണ് മറ്റുള്ളവരെ സഹായിക്കുന്നത് വളരെ നല്ലൊരു ശീലമാണ്, ഒരു ഗുഡ് ഹാബിറ്റ് ആണെന്ന്. ഇങ്ങനെ നമുക്ക് ആ സ്റ്റോറി നരേറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. സോ ഫ്രണ്ട്സ്, ഈ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കുക. അതോടൊപ്പം ഈ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസും ആയിട്ട് വരുന്നതാണ്. സോ താങ്ക് യു ഫോർ വാച്ചിങ്.